വെൽക്കം ബാക്ക് ടു നീതൂസ് കുക്കിംഗ്. ഇന്ന് ഞാനൊരു ചെറുപയർ ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഈ കപ്പിൽ ഒരു 1/4 കപ്പ് ചെറുപയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് പച്ചരിയാണ്. അത് കഴുകി വൃത്തിയാക്കി കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 6 മണിക്കൂറാണ് ഞാൻ അത് കുതിരാൻ വേണ്ടി വെക്കുന്നത്. ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുപയറും പച്ചരി ഇവിടെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള അരിയും ചെറുപയറും ഇതേപോലെ തന്നെ അരച്ചെടുക്കാം. ചെറുപയറും അരിയും ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചോറാണ് അരച്ചെടുക്കുന്നത്. അതും ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇനി ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഇത് പുളിപ്പിക്കാൻ വെക്കുന്നില്ല. ഇനി രാവിലെയാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത്. തണുവ് മാറിയതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇപ്പോൾ തണുവൊക്കെ മാറി. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാൻ ഒരു ദോശച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു തവി ദോശമാവ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തീ കുറച്ചിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ, എന്നാലിത് പരത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ ദോശ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു സർവിങ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ചട്നിയുടെ കൂടെയാണ് ഞങ്ങളിത് കഴിക്കുന്നത്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ദോശയാണിത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്